ഹായ് ഓൾ, വെൽക്കം ടു എക്സാം ബൈ ലേണിംഗ്. എംസാറ്റ് അതുപോലെ തന്നെ STSC പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ടിയുള്ള വീഡിയോ സീരീസിലുള്ള നെക്സ്റ്റ് വീഡിയോ ആണിത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്ലാസ് 9 ബയോളജി പോർഷനാണ്. ഓക്കെ, ബയോളജിയിൽ കഴിഞ്ഞ വർഷം എംസാറ്റിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ഇന്ന് നോക്കാൻ പോകുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ആ ക്വസ്റ്റ്യൻസും അതിൻ്റെ ഏരിയാസും നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യും. ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ മാത്രമല്ല, അതിൻ്റെ ഏരിയാസ് കൂടി അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ കൂടി നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതൊന്ന് പോസ് ചെയ്യുക, സ്വന്തമായി ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക, എന്നിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിലേക്ക് തന്നെയാണ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പൊതുവെ ബയോളജി നോക്കുമ്പോൾ അത്യാവശ്യം വല്ലാതെ ടഫുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ഒക്കെ തന്നെയാണ് ഉള്ളത്. എന്നാലും തെറ്റുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം അല്ലേ. ഓക്കെ, ഫസ്റ്റ് ബയോളജിയിലുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്, ദ സയന്റിസ്റ്റ് ഒബ്സർവ് ദാറ്റ് പ്ലാന്റ്സ് ഹാവ് റിജിഡ് സെൽ വാൾ. പ്ലാന്റ്സിന് നല്ല റിജിഡ് ആയിട്ടുള്ള സെൽ വാൾ ഉണ്ട്. വൈൽ ആനിമൽ സെൽസ് ഡു നോട്ട്. ആനിമൽ സെൽസിന് സെൽ വാൾ അങ്ങനെ റിജിഡ് ആയിട്ടുള്ള സെൽ വാൾ നമുക്ക് കാണാൻ പറ്റും. സെൽ വാൾ തന്നെ ഇല്ല അല്ലേ. വാട്ട് മൈറ്റ് ബി ദ എവല്യൂഷണറി അഡ്വാൻറ്റേജ് ഓഫ് ഹാവിങ് എ സെൽ വാൾ ഫോർ പ്ലാന്റ്സ്. പ്ലാന്റ്സിന് എന്തുകൊണ്ടായിരിക്കാം അതങ്ങനെ സെൽവാൾ ഉള്ള രൂപത്തിലായത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ എന്താണ് സെൽവാളിൻ്റെ പ്രധാന ഫംഗ്ഷൻ? പ്ലാന്റ്സിന് ഉള്ള എന്നാൽ ആനിമൽസിന് ഇല്ലാത്ത പ്രധാന ഫംഗ്ഷൻ എന്താണ്? പ്രൊവൈഡ്സ് സ്ട്രക്ചർ സപ്പോർട്ട് ആൻഡ് പ്രൊട്ടക്ഷൻ, സ്റ്റോഴ്സ് ഫുഡ് ആൻഡ് വാട്ടർ, അതുപോലെ തന്നെ ഹെൽപ്പ് ഇൻ ഫോട്ടോസിന്തസിസ്, എയ്ഡ്സ് ഇൻ സെൽ ഡിവിഷൻ. നമുക്കെല്ലാവർക്കും അറിയാം പ്രൊവൈഡ് സ്ട്രക്ചറൽ സപ്പോർട്ട് ആൻഡ് പ്രൊട്ടക്ഷൻ. കാരണം വളരെ സിമ്പിളാണ്. ഈ നമ്മുടെ ആനിമൽസിനെ സംബന്ധിച്ചിടത്തോളം ആനിമൽസിനുള്ള പ്ലാന്റ്സിനേക്കാൾ വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ആനിമൽസിന് മൂവ് ചെയ്യാൻ പറ്റും. പൊതുവെ അല്ലേ, ജനറലി ആനിമൽസിന് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും അഡ്വേഴ്സ് ആയിട്ടുള്ള കണ്ടീഷൻസ് വരുമ്പോൾ, ഇപ്പോൾ ഒരു മഴ വന്നു, വെയിൽ വന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം വന്നു, അപ്പോൾ അവിടെ നിന്ന് നമ്മളിപ്പോൾ ഒരു ഗ്രൗണ്ടിൽ നിൽക്കുകയാണ്, മഴ വന്നാൽ നമ്മളെന്താ ചെയ്യുക? അത് അവിടെ നിന്നിട്ട് ഇങ്ങനെ കൊള്ളുമോ? ഇല്ല, നമ്മൾ മഴ കൊള്ളാത്ത സ്ഥലത്തേക്ക് പോകും. അല്ലെങ്കിൽ ഭയങ്കര വെയിലുണ്ടെങ്കിൽ വെയിലില്ലാത്ത സ്ഥലത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, മാറി നിൽക്കും അല്ലേ. അതിന് നമുക്ക് പറ്റും. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കുക, ആ ഗ്രൗണ്ടിൽ തന്നെയുള്ളൊരു ഒരു ട്രീ നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മൾ മഴ വരുമ്പോൾ അല്ലെങ്കിൽ വെയിൽ കൂടുമ്പോൾ നമ്മൾ എവിടേക്കെങ്കിലും മാറി നിൽക്കുന്നത് പോലെ ആ പ്ലാന്റിന് മാറി നിൽക്കാൻ പറ്റുമോ? ഇല്ല, അതവിടെ ഇരുന്ന് കൊള്ളുക എന്നുള്ളത് മാത്രമേ രക്ഷയുള്ളൂ. അപ്പോൾ ആ പ്ലാന്റിന് എന്ത് വേണം? എക്സ്ട്രാ പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ സ്ട്രക്ചറൽ സപ്പോർട്ടും വേണം അല്ലേ. അപ്പോൾ ആ പ്രൊട്ടക്ഷനും സ്ട്രക്ചറൽ ആയിട്ടുള്ള സപ്പോർട്ടും കൊടുക്കുക എന്നുള്ളതാണ് സെൽവാൾ പ്രധാനമായിട്ട് ചെയ്യുന്നത് അല്ലേ. നമുക്ക് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ നമുക്കില്ലാത്ത അവർക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ് എന്ത്, ഈ എക്സ്ട്രാ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ഒരിക്കലും സ്റ്റോഴ്സ് ഫുഡ് ആൻഡ് വാട്ടർ അല്ല സെൽവാളിൻ്റെ ഫംഗ്ഷൻ. അതേപോലെ തന്നെ ഹെൽപ്പ് ഇൻ ഫോട്ടോസിന്തസിസ് ഒന്നും അല്ല അല്ലേ. ഫോട്ടോസിന്തസിസ് ചെയ്യുന്നത് ക്ലോറോഫില്ലാണ് അല്ലേ. ക്ലോറോഫിൽ എന്ന് പറയുന്ന പിഗ്മെന്റ്, ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന സെൽ ഓർഗനലിൽ ഉള്ള ക്ലോറോഫിൽ എന്ന് പറയുന്ന പിഗ്മെന്റ് മുഖേനയാണ് എന്ത് ചെയ്യുന്നത്, ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. അപ്പോൾ ആ ഓർഗനലും ആ ഒരു പിഗ്മെന്റും നമ്മൾ പ്രത്യേകം മനസ്സിലാക്കി വെക്കണം അല്ലേ. ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്ലാസ്റ്റിഡ് അല്ലേ, ഗ്രീൻ കളേർഡ് പ്ലാസ്റ്റിഡ്, അതാണ് സെൽ ഓർഗനൽ. അതിലുള്ള പിഗ്മെന്റ് ഏതെന്ന് ചോദിച്ചാലാണ് ക്ലോറോഫിൽ. അതൊക്കെ ഞാൻ പറയുന്നത് വെച്ചാൽ ഒരുപക്ഷെ ഇപ്രാവശ്യം അതായിരിക്കാൻ ചോദിക്കുക. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. എയ്ഡ്സ് ഇൻ സെൽ ഡിവിഷൻ ചെയ്യുക എന്നുള്ളതല്ല സെൽവാളിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ അല്ലേ. നെക്സ്റ്റ് വൺ, if a farmer notices that their crop are being damaged by pest, അല്ലെ, പെസ്റ്റ് വഴി ഡാമേജ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കി, വാട്ട് ആർ സം സസ്റ്റൈനബിൾ മെത്തേഡ് ദേ കുഡ് യൂസ് ടു കൺട്രോൾ ദ പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാനുള്ള സസ്റ്റൈനബിൾ മെത്തേഡ്. ഇത് പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്യണം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ ഈ വേർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടാണ് സസ്റ്റൈനബിൾ എന്ന് തന്നെ പറയാൻ കാരണം? സസ്റ്റൈനബിൾ മെത്തേഡ് വേറെ ഉണ്ടാവും, അല്ലാത്തത് വേറെ ഉണ്ടാവും അല്ലേ. അപ്പോൾ യൂസിങ് കെമിക്കൽ പെസ്റ്റിസൈഡ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെസ്റ്റിനെ ഇല്ലാതാക്കുക എന്നുള്ളത് മാത്രമാണ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഇത് കറക്റ്റാണ് അല്ലേ, ഇത് കറക്റ്റാണ്. പക്ഷേ ഇവിടെ സസ്റ്റൈനബിൾ മെത്തേഡ് എന്നുള്ളത് കൊണ്ട് ഇത് നമ്മൾ മാർക്ക് ചെയ്യാൻ വരട്ടെ. ഒരു മിനിറ്റ്, ഹോൾഡ് ഓൺ എ സെക്കൻഡ് അല്ലേ. അപ്പോൾ ഇതാവാൻ ചാൻസ് ഇല്ല. കെമിക്കൽ പെസ്റ്റിസൈഡ് എന്ന് പറഞ്ഞാൽ സസ്റ്റൈനബിൾ അല്ല, അത് കുറേ പൊല്യൂഷൻസും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് സസ്റ്റൈനബിൾ മെത്തേഡ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പ്ലാന്റിങ് കമ്പാനിയൻ ക്രോപ്സ്, അതിൻ്റെ കൂടെ മറ്റ് കമ്പാനിയൻ ക്രോപ്സ് പ്ലാന്റ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? പെസ്റ്റുകളെ തുരത്താനുള്ള വഴിയാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നേരെ സി മാർക്ക് ചെയ്യുന്നു അല്ലേ. സി മാർക്ക് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. സി മാർക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അത് ശരിയാണ്, എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ അങ്ങനെ ഉറപ്പുണ്ട് എന്ന് പറയുന്നത് മാർക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അത് മാർക്ക് ചെയ്താൽ നമുക്ക് നെഗറ്റീവ് മാർക്കാണ് കിട്ടുക. കാരണം നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത ഓപ്ഷൻ നോക്കണം. ഇൻട്രൊഡ്യൂസിങ് നാച്ചുറൽ പ്രിഡേറ്റേഴ്സ് അല്ലേ. നാച്ചുറൽ പ്രിഡേറ്റേഴ്സ് ഓഫ് പെസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ നാച്ചുറൽ പ്രിഡേറ്റേഴ്സ് ഓഫ് പെസ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നതും ശരിയാണ്. അപ്പം ബിയും സിയും ശരിയാണ് എന്ന് വെച്ചാൽ ബിയോ സിയോ മാർക്ക് ചെയ്യരുത്. ഓപ്ഷൻ ഡി, ബോത്ത് ബി ആൻഡ് സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഇത് ഞാൻ ഇങ്ങനെ
പറയാൻ കാരണം എന്താ വെച്ചാൽ ചില ആൾക്കാരൊക്കെ വേഗം ഒന്നാമത്തെ അല്ല ഓപ്ഷൻ രണ്ടാമത്താണെന്ന് കാണുമ്പോഴേക്കും ഓപ്ഷൻ ബി എന്ന് മാർക്ക് ചെയ്യും അല്ലെങ്കിൽ സി എന്ന് മാർക്ക് ചെയ്യും. അങ്ങനെ ചെയ്യരുത്. ബോത്ത് ബി ആൻഡ് സി അല്ലെങ്കിൽ ഓൾ ഓഫ് ദ എബോവ് എന്നൊക്കെ പറയുന്ന ഓപ്ഷൻ ഉണ്ടോ നോക്കി അത് ഉണ്ടെങ്കിൽ അത് ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ആൻസർ ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾ ബി എന്നോ സി എന്നോ മാർക്ക് ചെയ്താൽ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് കിട്ടുക അല്ലേ. അപ്പോൾ അതൊരു പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ ഫുള്ളായിട്ട് വായിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എനിവേ അതാണ് ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. അടുത്ത വലിയൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. വലിയ ക്വസ്റ്റ്യൻ ഒന്നും ഇല്ല, വളരെ സിമ്പിളാണ്. അത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം വൺ ഓഫ് ദ സെൽ ഓർഗനൽ exist as membranous network that extend from outer membrane of nucleus to plasma membrane, making a connection between them. എന്താ സംഭവം? മൊത്തം ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനെ കുറിച്ചൊരു ഒരു പാരഗ്രാഫ് എഴുതിയേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഇത്രയും വലിയ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഭയങ്കര വലിയ എന്തോ ക്വസ്റ്റ്യൻ ഉണ്ട് എന്നാണ് വിചാരിക്കുക. ഈ പാരഗ്രാഫ് കംപ്ലീറ്റ്ലി നമ്മളുടെ സമയം കളയിട്ടതാണ് അല്ലേ. ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് റിലേറ്റഡ് ടു ദ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അതാണ് ക്വസ്റ്റ്യൻ. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ വലിയ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതിൻ്റെ ലെങ്ത് കണ്ടിട്ട് നമ്മൾ പേടിക്കാൻ പാടില്ല. അപ്പോൾ ഇത്ര ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമായിട്ട് റിലേറ്റഡ് അല്ലാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. വളരെ സിമ്പിളാണ്. ഇറ്റ് ബിഹേവ്സ് ആസ് ട്രാൻസ്പോർട്ട് ചാനൽ അല്ലേ. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ട്രാൻസ്പോർട്ട് ചാനലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഫോർ പ്രോട്ടീൻസ് ബിറ്റ്വീൻ ന്യൂക്ലിയസ് ആൻഡ് സൈറ്റോപ്ലാസം അല്ലേ. ന്യൂക്ലിയസിനും സൈറ്റോപ്ലാസത്തിനും ഇടയിലുള്ള ഒരു ട്രാൻസ്പോർട്ട് ചാനലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ശരിയാണോ? ശരിയാണ്. കാരണം എന്താ? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആ പേരിൽ തന്നെ ഉണ്ട്. എൻഡോ മീൻസ് ഇൻസൈഡ് അല്ലേ. എൻഡോ എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് എന്നാണ്. പ്ലാസ്മിക് എന്താ? സൈറ്റോപ്ലാസം റിലേറ്റഡ് ആണ്. പ്ലാസ്മിക് എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ്, സെൽ ഫ്ലൂയിഡ് ആണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. സൈറ്റോപ്ലാസം അല്ലെങ്കിൽ സെൽ ഫ്ലൂയിഡ്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. എന്താ ഈ റെറ്റിക്കുലം എന്ന് പറഞ്ഞാൽ? റെറ്റിക്കുലം മീൻസ് നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്നതാണ് സയൻസിൽ അല്ലെങ്കിൽ ബയോളജിയിൽ. ഇറ്റ് മീൻസ് നെറ്റ്വർക്ക്, ഇൻസൈഡ് സെൽ ഫ്ലൂയിഡ് നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഇൻസൈഡ് സെൽ നെറ്റ്വർക്ക്. സെല്ലിനകത്തുള്ള ഒരു നെറ്റ്വർക്ക് ആണ് ശരിക്കും പറഞ്ഞാൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ന്യൂക്ലിയസിൽ നിന്ന് സൈറ്റോപ്ലാസത്തിലേക്കും സൈറ്റോപ്ലാസത്തിൽ നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്കൊക്കെ പിന്നെ കാര്യങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ട്രാൻസ്പോർട്ട് ചാനൽ തന്നെയാണ് ആര്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. സോ ട്രാൻസ്പോർട്ട് ചാനൽ എന്ന് പറയുന്നത് ശരിയാണ്. ട്രാൻസ്പോർട്ട് മെറ്റീരിയൽ ബിറ്റ്വീൻ വേരിയസ് റീജിയൻ ഇൻ ദ സൈറ്റോപ്ലാസം. ഒബ്വിയസ്ലി സൈറ്റോപ്ലാസത്തിൻ്റെ ഡിഫറെൻറ്റ് റീജിയൻസ് തമ്മിൽ കണക്ട് ചെയ്യാനും ആര് ഉപയോഗിക്കുന്നുണ്ട്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. കണക്റ്റിംഗ് ഓർഗനൽ എന്നാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തെ കുറിച്ച് പറയാം. നോട്ട് ചെയ്യണേ, കണക്റ്റിംഗ് ഓർഗനൽ. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ചോദ്യം. ഇപ്രാവശ്യം ചോദ്യം അതായിരിക്കാം. വിച്ച് ഓർഗനൽ ഈസ് നോൺ ആസ് കണക്റ്റിംഗ് ഓർഗനൽ. എന്നിട്ട് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം മൈറ്റോകോൺട്രിയ എന്നൊക്കെ പറഞ്ഞിട്ട് തരും. അപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റണം അല്ലേ. എല്ലാം നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇറ്റ് ക്യാൻ ബി ദ സൈറ്റ് ഓഫ് എനർജി ജനറേഷൻ. എനർജി ജനറേഷൻ്റെ സൈറ്റ് ആയിരിക്കുമോ? അല്ല. എനർജി ജനറേഷൻ ആരുടെ പണിയാണ്? മൈറ്റോകോൺട്രിയയുടെ പണിയാണ്. അപ്പോൾ അതാണ് കറക്റ്റ് ആൻസർ. വിച്ച് നോട്ട് റിലേറ്റഡ് ടു എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ചോദ്യം. അതുകൊണ്ട് ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഇറ്റ് ക്യാൻ ബി ദ സൈറ്റ് ഓഫ് സം ബയോകെമിക്കൽ ആക്ടിവിറ്റീസ് ഓഫ് ദ സെൽ. യെസ്, ബയോകെമിക്കൽ ആക്ടിവിറ്റീസ് നടക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, RER എന്ന് പറയുന്ന റഫ് എൻഡോപ്ലാസ്മിക്. രണ്ട് തരത്തിലുള്ള എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉള്ളത്. ഒന്ന് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, രണ്ടാമത് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം റഫ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പുറത്ത് റൈബോസോം ഉണ്ടാവും, പ്രോട്ടീൻ സിന്തസിസ് അതിനകത്ത് നടക്കും അല്ലേ. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആകുമ്പോൾ അതിൻ്റെ പുറത്ത് റൈബോസോംസ് ഉണ്ടാവില്ല, അവിടെ ലിപ്പിഡ് സിന്തസിസ് ഒക്കെയാണ് നടക്കുക അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ബയോകെമിക്കൽ ആക്ടിവിറ്റീസ്, അത്തരത്തിലുള്ള ബയോകെമിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ അതിൽ നടക്കും. സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ്. കുറേ സെല്ല് റിലേറ്റഡ് ആയിട്ടും ഡിസീസ് റിലേറ്റഡ് ആയിട്ടൊക്കെ ഉള്ള ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അഗ്രികൾച്ചർ, ക്രോപ്പ് പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക. എങ്ങനെ ചോദ്യം വരുന്നു എന്നുള്ളതും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വന്നിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ പരമാവധി ക്വസ്റ്റ്യൻസ് ചെയ്യുക. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് പരമാവധി ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.